ഹലോ എവരിവൺ. നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സെമി കണ്ടക്ടർ. ഫിസിക്സിലെ സെമി കണ്ടക്ടർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ലോജിക് ഗേറ്റ്സ് ആൻഡ് ട്രൂത്ത് ടേബിൾ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് പേപ്പർ എടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഏത് എക്സാം ആയിക്കോട്ടെ, അത് ബോർഡ് എക്സാമുകളായിക്കോട്ടെ, നീറ്റ് ആയിക്കോട്ടെ, JEE ആയിക്കോട്ടെ, മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാംസ് ആയിക്കോട്ടെ, ഈ സെമി കണ്ടക്ടർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് എന്ത് പറയാം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ളത് എന്ന് പറയുന്നത് ഈ ടോപ്പിക്കാണ്, ലോജിക് ഗേറ്റ്സ് ആൻഡ് ട്രൂത്ത് ടേബിൾ. ഈവൻ നിങ്ങൾ നീറ്റിന്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ പേപ്പർ എടുത്ത് നോക്കിയാൽ മതി, 1-2 വർഷത്തെ പേപ്പർ എടുത്ത് നോക്കിയാൽ മതി, അതൊരു ട്രെൻഡിങ് ക്വസ്റ്റ്യൻ ആണ്. ആ ഭാഗത്ത് നിന്ന് മിക്കപ്പോഴും നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു പിക്ചർ കാണാൻ പറ്റും, എന്നിട്ട് അതുമായി ബന്ധപ്പെട്ടായിരിക്കും ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നിങ്ങൾക്ക് ആർക്കും ഈസി ആയിട്ട് ആ 4 മാർക്ക് മേടിച്ചെടുക്കാം, അല്ലെങ്കിൽ ബോർഡ് എക്സാമിനാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മാർക്ക് മേടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ലോജിക് ഗേറ്റ്സ് എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗേറ്റുകളും അതുമായി ബന്ധപ്പെട്ട ട്രൂത്ത് ടേബിളും എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഓക്കെ, നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും 1 ഓർ ഗേറ്റ് ആണ്, ഓർ ഗേറ്റ്, 2 ആൻഡ് ഗേറ്റ്, 3 നോട്ട് ഗേറ്റ്, 4 നോർ ഗേറ്റ്, 5 നാൻഡ് ഗേറ്റ്. ഏതാണ്? നാൻഡ് ഗേറ്റ്. ഇത്രയും ഗേറ്റുകളാണ് പ്രധാനമായും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം ഓർ ഗേറ്റ് വെച്ച് തുടങ്ങാം. ഓരോന്നും പഠിക്കാൻ ചില ട്രിക്കുകളുണ്ട്, അത് ഞാൻ ട്രിക്കുകളല്ല ടിപ്സുകൾ, ഓർത്തു വെക്കാൻ കുറച്ച് ടിപ്സുകളുണ്ട്, അത് ഞാൻ ഓരോന്നായിട്ട് പറയാം. ഓക്കെ, ആദ്യം നമുക്ക് ഓർ ഗേറ്റ് എടുക്കാം. ഓർ ഗേറ്റ് എടുക്കാം. നിങ്ങൾ ഓർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് ആഡ് ചെയ്യുക എന്നുള്ളതാണ്, ആഡ് ചെയ്യുക. അതുപോലെ ആൻഡ് ഗേറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, സോ ഓർ ഗേറ്റ് കണ്ടാൽ നിങ്ങൾ ആഡ് ചെയ്യണം, ആൻഡ് ഗേറ്റ് കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം, ഗുണിക്കണം. ഓക്കെ, സോ ഓർ ഗേറ്റിന്റെ സിമ്പിൾ എന്ന് പറയുന്നത് ഏകദേശം ഇങ്ങനെയായിരിക്കും. ഓക്കെ, ഏകദേശം ഓർ ഗേറ്റ് ഇങ്ങനെയായിരിക്കും. ഓക്കെ, ഇവിടെ നമുക്ക് 2 ഇൻപുട്ട് കാണാം. ഒന്നിനെ ഞാൻ A എന്ന് വിളിച്ചു, അടുത്ത ഇൻപുട്ടിനെ ഞാൻ B എന്ന് വിളിച്ചു, ദെൻ നമുക്കൊരു ഔട്ട്പുട്ട് കാണാം. ഓക്കെ, ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് കാണാം. ഇവിടെ ഞാൻ പറഞ്ഞു ഓർ ഗേറ്റ് എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യാണ്. സോ നമ്മൾ ഇൻപുട്ട് ആയിട്ട് എനെയും ബിനെയും എടുത്താൽ അവിടെ എന്ത് നടക്കും? A+B ആഡ് ചെയ്യപ്പെടും, A+B ഫോം ചെയ്യും. മനസ്സിലായോ? എന്നാൽ ഞാൻ ആൻഡ് ഗേറ്റിലോട്ട് വരാം. ആൻഡ് ഗേറ്റ് നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാന്നറിയോ? ഇങ്ങനെയാണ് നമ്മൾ ആൻഡ് ഗേറ്റിനെ റെപ്രസെന്റ് ചെയ്യുക. ഇവിടെ 2 ഇൻപുട്ട് കാണാം, ഇവിടെ ഒരു ഔട്ട്പുട്ട് കാണാം. ഓക്കെ, ഞാൻ വേറെ ഇങ്ക് എടുക്കാം. ഞാൻ ഒന്നിനെ A എന്ന് വിളിച്ചു, അടുത്തതിനെ B എന്ന് വിളിച്ചു. അപ്പൊ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും? A into B, മൾട്ടിപ്ലിക്കേഷൻ ആണ്. ആൻഡ് ഗേറ്റ് എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ആണ്. സോ ഞാൻ A into B അല്ലെങ്കിൽ A.B എന്ന് എഴുതാം. നമുക്ക് A.B എന്ന് എഴുതാം. ഓക്കെ ആണോ? ഇനി നമുക്ക് ട്രൂത്ത് ടേബിൾ എടുക്കാം. സി, ഞാൻ 2 ഇൻപുട്ട് എടുത്തു. ഞാൻ ആദ്യം ഓർ ഗേറ്റിനെയാണ് എടുക്കുന്നത്. ഞാൻ A എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് എടുത്തു, B എന്ന് പറയുന്ന അടുത്ത ഇൻപുട്ട് എടുത്തു. നമ്മുടെ ഔട്ട്പുട്ട് എന്താണ്? A+B. സോ ഞാൻ ഇവിടെ A+B എന്ന് എഴുതി. ഓക്കെ ആണോ? A+B. നമുക്ക് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് 0 and 1, ഈ 2 ലെറ്റേഴ്സ് മാത്രമാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ എനിക്ക് A എന്ന് പറയുന്ന ഇൻപുട്ട് 0 ആയിട്ട് എടുക്കാം. ഫോർ എക്സാമ്പിൾ ഞാൻ 0 എടുത്തു, B ഞാൻ ഇനീഷ്യലി 0 എടുത്തു. ദെൻ ഞാൻ A1 എന്നെടുത്തു, B 0 എന്നെടുത്തു. എനിക്ക് തിരിച്ചു കൊടുക്കാനോ? A 0 ആയിട്ട് എടുക്കാം, ദെൻ B 1 ആയിട്ട് എടുക്കാം. പിന്നെ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? 1 1. 2 ഇൻപുട്ടും 1 ആയിട്ട് എടുക്കാം.
ഇത്രയാണ് എനിക്കുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത്. 4 ഓപ്ഷൻസ് 0 0 1 0 0 1 ആൻഡ് 1 1. ഓക്കെ ആണോ? ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ആഡ് ചെയ്യാം. എന്താണ് 0 0 കൂട്ടിയാൽ എത്രയാ? 0. 1 0 കൂട്ടിയാൽ എത്രയാ? 1. ദെൻ 0 പ്ലസ് 1 എത്രയാ? 1. ദെൻ 1 പ്ലസ് 1. 1 പ്ലസ് 1 എന്ന് പറയുമ്പോൾ നിങ്ങൾ 2 എന്ന് ചിന്തിക്കരുത്. കാരണം നമ്മളിവിടെ 2 ഉപയോഗിക്കുന്നില്ല. ആകെ 2 ഡിജിറ്റേ ഉപയോഗിക്കുന്നുള്ളൂ, 0 ആൻഡ് 1. സോ 1 പ്ലസ് 1 എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തെടുക്കണം? 1 എന്ന് എടുക്കണം. ഇത് ഓർത്ത് വെക്കണം. ഇത് ചെറിയൊരു എന്താണ് നമ്മുടെ പുതിയൊരു ലോജിക്കാണ്. ഓക്കെ, 1 പ്ലസ് 1 2 അല്ല, 1 പ്ലസ് 1 എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. അതുപോലെ 0 പ്ലസ് 0 എന്താണ്? 0 ആണ്. അത് നമുക്ക് ഓർത്തിരിക്കാം. 1 പ്ലസ് 1 എന്താണ്? 1 തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ട്രൂത്ത് ടേബിളിലോട്ട് വരാം. ഞാനത് ഇൻകം ചേഞ്ച് ചെയ്യട്ടെ. ഓക്കെ, ഇവിടെ ഞാൻ ആൻഡ് ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ ആണ് എടുക്കാൻ പോകുന്നത്. സി, ഞാൻ ഒന്നാമത്തെ ഇൻപുട്ട് എയും രണ്ടാമത്തെ ഇൻപുട്ട് ബിയും ആയിട്ട് എടുത്തു, എ ആൻഡ് ബി. ദെൻ അടുത്തത് എന്താണ്? എ ഇൻറ്റു ബി, അതായത് എ ഡോട്ട് ബി എന്ന് എടുത്തു. ഓക്കെ, ഇനി ഇവിടെ എന്താണ്? ഇവിടെ എന്താണ്? എ ഇനീഷ്യലി നമ്മൾ 0 ആയിട്ട് എടുത്തു, ബിയും 0 ആയിട്ട് എടുത്തു. ദെൻ 1 0 0 1 1 1. നമ്മൾ സെയിം ഇൻപുട്ട് എടുക്കുകയാണ് രണ്ട് സൈഡും. അതായത് ഇവിടെ നമ്മൾ അതേ ഇൻപുട്ടാണ് എടുത്തത്. 4 ഇൻപുട്ട് സാധ്യമുള്ളൂ. ഓക്കെ, അതെല്ലാം നമ്മൾ എടുത്തു. ദെൻ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇൻറ്റു ചെയ്യണം, അതായത് മൾട്ടിപ്ലൈ ചെയ്യണം. 0 ഇൻറ്റു 0 എത്രയാ? 0. 1 ഇൻറ്റു 0 എത്രയാ? 1. 0 ഇൻറ്റു 1 എത്രയാ? 0. സോറി 0 ഇൻറ്റു 0 0. 1 ഇൻറ്റു 0 0. 1 ഇൻറ്റു 0 0 ആണല്ലോ. ദെൻ 0 ഇൻറ്റു 1 0. ദെൻ 1 ഇൻറ്റു 1 എത്രയാണ്? 1. സോ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്ന ട്രൂത്ത് ടേബിൾ. 0 ഇൻറ്റു 0 0, 1 ഇൻറ്റു 0 0, 0 ഇൻറ്റു 1 0, 1 ഇൻറ്റു 1 1. ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന ട്രൂത്ത് ടേബിൾ എന്തിന്റെ? ആൻഡിന്റെ. സോ നമ്മൾ ആൻഡ് ഡിസ്കസ് ചെയ്തു, അതുപോലെ ഓർ ഡിസ്കസ് ചെയ്തു. ഓർത്തിരിക്കുക, ഓർ എന്ന് പറയുമ്പോൾ ആഡ് ചെയ്യുക, അതുപോലെ ആൻഡ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക? മൾട്ടിപ്ലിക്കേഷൻ നടത്തുക. ഓറിന്റെ എന്താണ്? ഇതാണ്. ദെൻ ആൻഡ് എന്ന് പറയുന്നതിന്റെ ഗ്രാഫ് എന്താണ്? ചിത്രം എന്ന് പറയുന്നത്, അതിന്റെ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതിലോട്ട് പോവാം. ഇനി ഞാൻ എടുക്കുന്നത് നോട്ട് ഗേറ്റ് ആണ്. ഓക്കെ, നോട്ട് ഗേറ്റ് നമുക്കൊന്ന് എടുത്തു നോക്കാം. നോട്ട് ഗേറ്റ് വളരെ സിമ്പിൾ ആണ്. നോട്ട് ഗേറ്റ് വളരെ സിമ്പിൾ ആണ്. ഓക്കെ, സി, നോട്ട് ഗേറ്റ് ഒന്നുമില്ല. സപ്പോസ് ഞാൻ ഇവിടെ എടുക്കുന്ന എ ആണെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടുക എ ബാർ ആയിരിക്കും. എ ബാർ എന്ന് പറഞ്ഞാൽ എക്ക് ഓപ്പോസിറ്റ്. ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിരുന്നു, 0ക്ക് ഓപ്പോസിറ്റ് ആണ് എന്ത്? 1. 0ക്ക് ഓപ്പോസിറ്റ് ആണ് 1. അതുപോലെ 1ന് ഓപ്പോസിറ്റ് എന്താണ്? 0. 0ക്ക് ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ 1 ആണ്. അതുപോലെ 1ന് ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആണ്. അതൊന്ന് ഓർത്തിരിക്കാം. അപ്പോൾ ഞാൻ എ ബാർ, ഈ രണ്ട് ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത്. ഓക്കെ, ഞാൻ എനെ എനിക്ക് 0 ആയിട്ട് എടുക്കാം, അതുപോലെ എനെ എനിക്ക് 1 ആയിട്ട് എടുക്കാം. ഈ രണ്ട് ഓപ്ഷൻസ് ആണുള്ളത്. 0 എടുത്താൽ 0ക്ക് ഓപ്പോസിറ്റ് എന്താണ്? 1. 1 എടുത്താൽ 1ന് ഓപ്പോസിറ്റ് എന്താണ്? 0. സോ ഇതായിരിക്കും നമ്മുടെ ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയാണ് നമ്മുടെ കളി വരുന്നത്. ഞാൻ അടുത്തൊരു സ്ലൈഡ് എടുക്കാം. സി, അടുത്ത രണ്ട് ഗേറ്റ് ആണ്. ഒന്ന് നമുക്ക് നാൻഡ് ഗേറ്റ് എടുക്കാം. നാൻഡ് ഗേറ്റ്. അടുത്തൊരു ഗേറ്റ് ആണ് നോർ ഗേറ്റ്. എന്താ ഇത് തമ്മിലുള്ള വ്യത്യാസം? സി, നാൻഡ് എന്ന് പറഞ്ഞാല് രണ്ട് ഗേറ്റുകൾ ആഡ് ചെയ്തതാണ്. അതായത് n ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നോട്ട് പ്ലസ് ആൻഡ്. നോട്ട് ആൻഡ് ഈ രണ്ട് ഗേറ്റുകൾ കൂടി ചേർന്നാണ് എന്ത്? നാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ നോക്കാം. ഞാൻ ആദ്യം എടുക്കുന്നത് ആൻഡ് ഗേറ്റ് ആണ്. ഓക്കെ, ആൻഡ് ഗേറ്റ് ഒന്ന് വരച്ചു നോക്കാം. ആൻഡ് ഗേറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ, ശരിയല്ലേ? ഞാനിവിടെ രണ്ട് ഇൻപുട്ട് എടുത്തു, അതിനെ എ എന്നും നമുക്ക് വേറെ കളർ റെപ്രസെന്റ് ചെയ്യാം. ഇൻപുട്ട് വേണമെങ്കിൽ വേറെ കളർ റെപ്രസെന്റ് ചെയ്യാം. ഇൻപുട്ടിനെ എ എന്ന് വിളിച്ചു, അതുപോലെ അടുത്ത ഇൻപുട്ടിനെ ബി എന്ന് വിളിച്ചു. ഓക്കെ, ഇനി ഇതിൻ്റെ ഔട്ട്പുട്ടിന് ശേഷം ഞാൻ നോട്ട് എന്നുള്ള ഗേറ്റ് ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്യാം കേട്ടോ. നോട്ട് എന്നുള്ള ഗേറ്റ് ഞാൻ
ആഡ് ചെയ്യണം. നമുക്കറിയാം നോട്ടിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇതെന്താണ്? ആൻഡ് ഗേറ്റ് ആണ്. ഇതെന്താണ്? നോട്ട് ഗേറ്റ് ആണ്. ആൻഡ് ഗേറ്റും നോട്ട് ഗേറ്റും കമ്പൈൻ ചെയ്തപ്പോൾ നമുക്ക് എന്ത് ഗേറ്റ് കിട്ടി? നാൻഡ് ഗേറ്റ് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ആ വാല്യൂസ് അല്ലെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് ഒന്ന് എഴുതി നോക്കാം. സോ ഞാൻ ഇൻപുട്ടായിട്ട് എ എടുത്തു, ബി എടുത്തു. എയും ബിൻ്റെ എ ആൻഡ് ബി ഇതിൻ്റെ ആൻഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? ഗുണിക്കല്ലേ? എ ഡോട്ട് ബി ആണ്. നമ്മൾ എ ഡോട്ട് നോട്ട് ഗേറ്റിൽ എ കൊടുത്തപ്പോൾ നോട്ട് ഗേറ്റിൽ എ കൊടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എ ബാർ കിട്ടി. അങ്ങനെയാണെങ്കിൽ എ ഡോട്ട് ബി കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? എ ഡോട്ട് ബി ബാർ കിട്ടും. ശരിയല്ലേ? ഞാൻ എ എടുത്തു, ബി എടുത്തു, അത് ആൻഡ് ഗേറ്റിൽ എ ഡോട്ട് ബി, അത് നോട്ടിലോട്ട് വന്നപ്പോൾ എ ഡോട്ട് ബി ബാർ. ഈ ഡയഗ്രത്തെ പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുക അതിൻ്റെ ഒരു ചുരുങ്ങിയ രൂപത്തിലാണ്. അതായത് ഇങ്ങനെ. ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ആൻഡ് ഗേറ്റ് ആണ്. ദെൻ നോട്ട് ഗേറ്റിനെ നമുക്ക് സിംപ്ലി ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. ഇതെന്താണ്? നോട്ട് ഗേറ്റ് ആണ്. വേണമെങ്കിൽ വേറെ ഇങ്കോട് അത് കാണിക്കാം. ഇതെന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? നോട്ട് ഗേറ്റ് ആണ്. ഓക്കെ, സോ ഇതും, അതായത് ഈ ഗേറ്റും ഈ മൊത്തത്തിലുള്ള ഗേറ്റും അതുപോലെ ഈ ഗേറ്റും എന്താണ്? ഈക്വൽ ആണെന്ന് പറയാം. ഓക്കെ, ഞാനത് ഒന്നുകൂടിയും വരയ്ക്കാം. ഞാൻ വരയ്ക്കുന്നത് നമ്മുടെ ആൻഡ് ഗേറ്റ്, ഞാൻ 2 ഇൻപുട്ട് കൊടുത്തു. ഓക്കെ, അതിനുശേഷം ഞാൻ എന്ത് കാണിക്കുന്നു? നോട്ട് ഗേറ്റ് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഇത് എന്ത് ഗേറ്റ് ആണ്? ടോട്ടലി നമ്മൾ ഇതിന് എന്തെന്ന് വിളിക്കുക? നാൻഡ് ഗേറ്റ് എന്ന് വിളിക്കുക. എന്താ വിളിക്കുക? നാൻഡ് ഗേറ്റ്. ഈ നോട്ടും ആൻഡും കമ്പൈൻ ചെയ്തതാണ് എന്ത്? നാൻഡ് ഗേറ്റ്. ഇനി നമുക്ക് അതിൻ്റെ ആ ലെറ്റേഴ്സ് ഒന്ന് എഴുതാം. ഇൻപുട്ട് എ ആണ്, അടുത്ത ഇൻപുട്ട് ബി ആണ്. സോ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? എ ഡോട്ട് ബി ബാർ ആയിരിക്കും. എ ഡോട്ട് ബി ബാർ ആയിരിക്കും. ഇവിടെ എത്തുമ്പോൾ എ ഡോട്ട് ബി, ഇവിടെ എത്തുമ്പോൾ എ ഡോട്ട് ബി, ഇതെവിടെയും കഴിഞ്ഞ എ ഡോട്ട് ബി ബാർ. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ വരയ്ക്കാം. നമ്മുടെ ഒരു ഇൻപുട്ട് എ, അടുത്ത ഇൻപുട്ട് ബി, നെക്സ്റ്റ് ഇൻപുട്ട് എ ഡോട്ട് ബി ബാർ. ഓക്കെ, നമ്മുടെ ഇൻപുട്ട്സ് ഏതൊക്കെയാണ്? 0 1. ആദ്യം നമുക്ക് 0 0 എടുക്കാം, ദെൻ 0 1 എടുക്കാം, 1 0 എടുക്കാം, 1 1 എടുക്കാം. ഓക്കെ, സോ ഇതിൻ്റെ എ ഡോട്ട് ബി ബാർ എന്താ നോക്കാം. 0 × 0 0, 0യുടെ ഓപ്പോസിറ്റ് 1. ഞാൻ ഓൾറെഡി പറഞ്ഞു 0യുടെ ഓപ്പോസിറ്റ് 1 ആയിരിക്കും, 1ൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, സോ 0 × 0 0, 0യുടെ ഓപ്പോസിറ്റ് 1. ഇനി നമുക്ക് അടുത്തെടുക്കാം. 0 × 1 0, 0യുടെ ഓപ്പോസിറ്റ് എന്താണ്? 1. ദെൻ 1 × 0 0, 0യുടെ ഓപ്പോസിറ്റ് 1. ദെൻ 1 × 1 1, 1ൻ്റെ ഓപ്പോസിറ്റ് 0. സോ ഇതായിരിക്കും നമ്മുടെ എന്ത് വരിക? ട്രൂത്ത് ടേബിൾ വരിക. ഇങ്ങനെയായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. ഓക്കെ, ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് ഒക്കെ വരിക കേട്ടോ, ഇതിൻ്റെ ആപ്ലിക്കേഷനായിട്ട്. ഇനി നമുക്ക് നമ്മുടെ നോർ ഗേറ്റ് എടുക്കാം. ഓക്കെ, സോ നോർ ഗേറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യൂ. നമുക്ക് നോർ ഗേറ്റ് അല്ലേ ഇനി പറയാനുള്ളത്? നമ്മുടെ ഓർ ഗേറ്റ്. നോർ ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. നോർ ഗേറ്റ് എന്ന് പറഞ്ഞാൽ നോട്ട് പ്ലസ് ഓർ. നോട്ട് ഗേറ്റിനെയും ഓറിനെയും കമ്പൈൻ ചെയ്താണ് എന്ത്? നോർ എന്ന് വിളിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം ഒരു ഓർ ഗേറ്റ് വരയ്ക്കാം. ഓർ ഗേറ്റ് എങ്ങനെയായിരിക്കും? ഏകദേശം ഇങ്ങനെയായിരിക്കും, ഏകദേശം. ഓക്കെ, ഞാൻ 2 ഇൻപുട്ട് എടുത്തു, അതിനുശേഷം ഞാനൊരു നോട്ട് ഗേറ്റ് വരയ്ക്കാം. ഇങ്ങനെ ഒരു നോട്ട് ഗേറ്റ് വരച്ചു. ഓക്കെ, ഇനി ഞാൻ അതിൻ്റെ ഇൻപുട്ട്സ് എടുക്കുകയാണ്. വേറൊരു ലിങ്ക് കാണിക്കാം. ഒരു ഇൻപുട്ട് എ ആണ്, അടുത്ത ഇൻപുട്ട് ബി ആണ്. സോ നമുക്കറിയാം ഓർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആഡ് ചെയ്യുകയാണ്. ഓർ എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യുകയാണ്. സോ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, ഫസ്റ്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? A+B ആയിരിക്കും. ഈ A+B
നോട്ട് ഗേറ്റിലോട്ട് പോയാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് മാറും. അതായത് A+B ബാർ ആയിട്ട് മാറും. നമ്മൾ A.B നോട്ടിലൂടെ കയറിപ്പോയാൽ A.B ബാർ ആവും. A+B നോട്ടിലൂടെ കയറിപ്പോയാൽ A+B ബാർ ആവും. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ചെറുതാക്കി വരയ്ക്കാം. മുന്നത്തെ പോലത്തെ ഇതായിരിക്കും ഞാൻ വരയ്ക്കാൻ പോകുന്ന ഗ്രാഫ് ആയിരിക്കും, അല്ലെങ്കിൽ റെപ്രസെൻറ്റേഷൻ ആയിരിക്കും നിങ്ങൾക്ക് കൂടുതലും കാണാൻ കഴിയും. ഓക്കെ, സി ഓക്കെ, 2 ഇൻപുട്ട് എടുത്തു. ഇവിടെ ഇത് നോട്ടാണ്, നോട്ടിനെയാണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഞാൻ എ എന്നുള്ള ഒരു ഇൻപുട്ട് എടുത്തു, ബി എന്നുള്ള ഇൻപുട്ട് എടുത്തു. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? ഇവിടെ A+B. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി കാണിക്കുകയാണ്. A+B ഇവിടെ എത്തുമ്പോൾ അതെന്താവും? A+B ബാർ ആവും. മനസ്സിലായോ? ഇനി നമുക്ക് ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ എടുക്കാം. സി, നമ്മുടെ 2 ഇൻപുട്ട്സ് ആയിട്ടുള്ള എ ആൻഡ് ബി, നമ്മുടെ ഔട്ട്പുട്ട് ആയിട്ടുള്ള A+B ബാർ, ഇതാണ് നമ്മുടെ നോർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. നമുക്ക് ആദ്യം 0 0 എടുക്കാം, ദെൻ 0 1 എടുക്കാം, 1 0 എടുക്കാം, 1 1 എടുക്കാം. ഓക്കെ, സോ 0 + 0 എന്താണ്? 0. 0യുടെ ഓപ്പോസിറ്റ് 1. ഞാൻ ഓൾറെഡി പറഞ്ഞു 0യുടെ ഓപ്പോസിറ്റ് 1 ആയിരിക്കും, 1ൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. സോ 0 + 0 0, 0യുടെ ഓപ്പോസിറ്റ് 1. ദെൻ 0 + 1 എത്രയാ? 1. 1ൻ്റെ ഓപ്പോസിറ്റ് 0. ദെൻ 1 + 0 എന്താ? 1. 1ൻ്റെ ഓപ്പോസിറ്റ് 0. ദെൻ 1 × 1 എന്താ? 1 + 1 എന്താ? 1 തന്നെയാണ്. 1 + 1 നോട്ട് ഈക്വൽ ടു 2. 1 + 1 എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. ഓർത്തിരിക്കുക. ഓക്കെ, കാരണം നമ്മൾ 1 ആൻഡ് 0 ഈ 2 ലെറ്റേഴ്സ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. സോ 1 + 1 1, 1ൻ്റെ ഓപ്പോസിറ്റ് 0. 0 പ്ലസ്, ആദ്യം മുതൽ ഒന്നുകൂടി പറയാം, 0 + 0 0, 0യുടെ ഓപ്പോസിറ്റ് 1, 1 + 0 1, 1ൻ്റെ ഓപ്പോസിറ്റ് 0. ദെൻ 1 + 0 again 1, 1ൻ്റെ ഓപ്പോസിറ്റ് 0. ദെൻ 1 + 1 1, 1ൻ്റെ ഓപ്പോസിറ്റ് 0. മനസ്സിലായോ? സോ ഇങ്ങനെയാണ് നമുക്കിതിൻ്റെ ട്രൂത്ത് ടേബിൾ പറയാം. സോ നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു ഈ വീഡിയോയിൽ? എന്തൊക്കെ ഡിസ്കസ് ചെയ്തു? ഒന്ന്, നമ്മൾ ആരെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു? ഡിഫറെൻറ്റ് ഗേറ്റ്സ് ആൻഡ് ദെയർ ലോജിക് ടേബിൾ നമ്മൾ ട്രൂത്ത് ടേബിളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഒന്ന് നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്തു? ആൻഡ് ഗേറ്റ്. അടുത്ത് എന്ത് ഡിസ്കസ് ചെയ്തു? ഓർ ഗേറ്റ്. ദെൻ നാൻഡ് ഗേറ്റ്, അതുപോലെ നോർ ഗേറ്റ്. ഇതിൻ്റെ ഇടയിൽ എന്ത് ഡിസ്കസ്? നമ്മൾ നോട്ട് ഗേറ്റ്. ആൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്? മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, ഓർ ഗേറ്റിൽ എന്താ നമ്മൾ ചെയ്യുന്നത്? അഡീഷൻ, ആഡ് ചെയ്യാണ്. അതുപോലെ നാൻഡ് എന്ന് പറഞ്ഞാൽ, നോട്ടിൽ എന്താണ്? നോട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് എടുക്കണം. ഓക്കെ, നാൻഡ് എന്ന് പറയുന്നത് 2 എണ്ണം കൂടിയതാണ്. ഒന്ന് നോട്ട് പ്ലസ് ആൻഡ്. അതുപോലെ നോർ എന്ന് പറയുന്നത് 2 എണ്ണം കൂടിയതാണ്. ഒന്ന് നോട്ട് പ്ലസ് ഓർ. ഈ n ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നോട്ടിനെ ആയിരിക്കും. ദെൻ ഓർ. ഈ നാൻഡിലെ n ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നോട്ടിലായിരിക്കും. പിന്നെ ആൻഡ്. ഇത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ പല ക്വസ്റ്റ്യൻസും ഡെവലപ്പ് ചെയ്യുന്നത്. ഈ കൺസെപ്റ്റ് മനസ്സിലായാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് വരുന്ന വീഡിയോസിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി ആർക്കെന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റ്സ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണൊക്കെ അമർത്തിയാൽ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് നേരത്തെ കിട്ടും. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.